പത്തനംതിട്ടയിലെ വെള്ളപ്പൊക്ക സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവലോകനം ചെയ്തു. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്ക സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ദുരന്ത പ്രതികരണ നടപടികൾ ശക്തിപ്പെടുത്താനുമായി മുതിർന്ന ജില്ലാ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. അവലോകന യോഗത്തിന് ശേഷം റാന്നി, ആറന്മുള, തിരുവല്ല എന്നിവയുൾപ്പെടെയുള്ള വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പരിശോധിച്ച മുഖ്യമന്ത്രി അവശ്യ സൌകര്യങ്ങളുടെ ലഭ്യത അവലോകനം ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളുമായി സംസാരിച്ച മുഖ്യമന്ത്രി നിലവിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം ഉണ്ടാകുമെന്നും ആദ്യത്തെ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാറ്റിപ്പാർപ്പിക്കുമ്പോൾ ആളുകൾ അതിനോട് സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 150-ന് മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം രണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പുകൾ കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്. അത് ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പരിശോധിക്കുന്നുണ്ട്. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ജില്ലയിലുടനീളം 133 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വെള്ളപ്പൊക്കത്തെ തുടർന്ന് 6400-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവല്ല മേഖലയിലാണ് ഭൂരിഭാഗം ക്യാമ്പുകളും പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം, കുടിവെള്ളം, ശുചിത്വ സൌകര്യങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ഉറപ്പാക്കാനും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.